PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി താലൂക്ക് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. ഒരു റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോയുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ഒക്കെ അകമ്പടിയോടെയാണ് PV അൻവർ അവിടേക്ക് എത്തിയത്. പത്രികാ സമർപ്പണത്തിനായി അവിടെ എത്തിയിട്ടുണ്ട്. ജനാധിപത്യ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി എന്ന പേരിൽ അങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ബാനറിലാണ് ഇത്തവണ നിലമ്പൂരിൽ PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്, മത്സരിക്കുന്നത്. നിരവധി ചെറു പാർട്ടികൾ, സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ്, ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ആ സമയത്ത് ഈ തൊഴിലാളികൾ ഉൾപ്പെട്ട ഒരു സംഘമായിരിക്കും തൻ്റെ കൂടെ ഉണ്ടാവുക, അവർ കേരളത്തിൻ്റെ പ്രതീകമാണ് എന്നൊക്കെ PV അൻവർ പറഞ്ഞിരുന്നു. അത്തരം ഒരു കൂട്ടം ആളുകളായിരുന്നോ അൻവറിൻ്റെ കൂടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി എത്തുകയും ഇപ്പോൾ താലൂക്ക് ഓഫീസിൽ ഇടത്തും വലത്തുമൊക്കെ ഇരിക്കുകയും ചെയ്യുന്നത്? തീർച്ചയായും വിജയകുമാർ, അങ്ങനെയാണ്. കാരണം PV അൻവർ ഇപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തുകയാണ്. ഉപഭരണാധികാരിയായിട്ടുള്ള നിലമ്പൂർ തഹസിൽദാർ MP സിന്ധുവിന് മുമ്പാകെയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ, അതായത് അല്പം മുമ്പ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പാവപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളെ കൂട്ടി അവർക്കൊപ്പമാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓട്ടോ തൊഴിലാളി, അതുപോലെ തന്നെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി, അതുപോലെ തന്നെ കർഷകൻ എന്നീ 3 പേരോടൊപ്പമാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിയത്. അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ മണ്ഡലത്തെ ഒന്നാകെ ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു കാഴ്ച. കാരണം വലിയ രീതിയിലുള്ള അകമ്പടിയോടുകൂടി പ്രവർത്തകർക്ക്, അതായത് തൃണമൂലിന്റെ പ്രവർത്തകർക്കൊപ്പം ഒപ്പം തന്നെ സാധാരണക്കാരായ നിലമ്പൂരിലെ ജനങ്ങൾ എന്ന അൻവർ അവകാശപ്പെടുന്ന ആളുകൾക്കൊപ്പമാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് അല്പസമയം മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഈ നിലമ്പൂർ താലൂക്ക് ഓഫീസിന്റെ പരിസരത്തും ഈ മുൻപിലും ഒക്കെയായിട്ട് വലിയ രീതിയിൽ ഈ പ്രവർത്തകർ ഇവിടെ തടിച്ചു കൂടിയിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച. അതായത് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് 11 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് ഈ റോഡ് ഷോയുമായി വരുന്ന ഘട്ടത്തിലുണ്ടാകുന്ന കാലതാമസം മാത്രമാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 3 പേർ, ഒന്ന് ഓട്ടോ തൊഴിലാളിയാണ്, മറ്റൊന്ന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ്, മറ്റൊന്ന് സാധാരണ കർഷകനാണ്. ഈ 3 പേർക്കും ഒപ്പമാണ് ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി PV അൻവർ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഒപ്പിടാനും അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന സമയമൊക്കെയാണ് ഇപ്പോൾ. കാരണം ഈ സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രിക, അതിലെ വിവരങ്ങൾ, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അത് ഒപ്പിട്ട് കൊടുക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ മുൻ MLA ആണ്. മണ്ഡലത്തിലെ MLA ആ സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് അൻവർ ഉണ്ടാകില്ല എന്ന തരത്തിൽ സൂചനകളുണ്ടായിരുന്നു. മറിച്ച് UDF-നൊപ്പം ചേരുക എന്നൊരു ഉദ്ദേശമായിരുന്നു അൻവറിനുണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ അൻവർ തന്നെ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി വരാനിരിക്കുന്ന JPPM എന്ന പേരിലൊരു മുന്നണി, ഇപ്പോൾ ജനാധിപത്യ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി, അതാണ് PV അൻവർ പറയുന്ന ഒരു ഫോറം. തൃണമൂൽ കോൺഗ്രസ് അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നു. അതിൽ മറ്റേതൊക്കെ കക്ഷികളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സാമൂഹ്യ ഗ്രൂപ്പുകളുണ്ട്? അതൊരു ഈ പറയുന്ന ഈ റോഡ് ഷോ നടക്കുമ്പോഴെങ്കിലും അതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ആരുടെയൊക്കെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തു എന്നൊക്കെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഈ JPPM എന്നൊരു പേര് നിർദ്ദേശിച്ചു, ഒരു പേരിട്ടു എന്നതിനപ്പുറത്തേക്ക് അതിൽ മറ്റു ചെറു ഗ്രൂപ്പുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ, പ്രാദേശികമായിട്ടാണെങ്കിൽ പോലും? നിലവിൽ ഇപ്പോൾ അങ്ങനെയാണ് നമുക്ക് അൻവർ കഴിഞ്ഞ ദിവസം ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെ ഒരു ജനകീയ മുന്നണി, ആ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ചെറുകക്ഷികളൊക്കെ തന്നെ അടങ്ങുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ആ പ്രസ്ഥാനം എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങളൊക്കെ ഒരു പക്ഷേ വരും മണിക്കൂറിൽ അൻവർ തന്നെ വിശദീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു വലിയ നീണ്ട നിരയാണ്, അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു സാന്നിധ്യമാണ് ഇതിൽ എടുത്തു
പറയേണ്ടത്. കാരണം അൻവറിനൊപ്പം കൂടുതലായിട്ടും ഇന്നിപ്പോൾ ഈ പ്രചാരണ രംഗത്തും അല്ലെങ്കിൽ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ സമയത്തും ഒക്കെ പ്രധാനമായിട്ടും യുവാക്കളുടെ ഒരു സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അൻവർ ഇന്ന് ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഇവിടേക്ക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ മുന്നണി, അതായത് അൻവർ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ മുന്നണി അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ പോലും അതെന്താണ് എന്നത് സംബന്ധിച്ച് കുറെ കൂടി വ്യക്തത കൈവരാനുണ്ട്. കാരണം ആരൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, ആരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. അതൊരു പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ പി വി അൻവർ തന്നെ മാധ്യമങ്ങളോട് പറയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ വീണ്ടും ഒരു ജനവിധിക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും അവസാനത്തെ ദിനമായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ ഏറ്റവും അവസാന ദിനമായ ഇന്ന് ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സൂക്ഷ്മ പരിശോധന സമയമാണ്. അത് ശരി ഷഹദ്, നിലമ്പൂരിൽ JPPM സ്ഥാനാർത്ഥി PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്.